ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചിറ്റ് ചാറ്റ് വീഡിയോ ആണ് കേട്ടോ. സാധാരണ ഇപ്പം ഇതേപോലെ വന്നിരുന്നിട്ട് വീഡിയോ ചെയ്യുമ്പം അങ്ങനത്തെ വീഡിയോസ് എന്താ കുറച്ച് വിഷമമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനായിട്ടായിരിക്കും മെയിനായിട്ട് വന്നിരിക്കാറുള്ളത്. അപ്പോൾ വീഡിയോസ് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ഇടുന്ന വീഡിയോൻ്റെ അടിയിലൊക്കെ വരുന്ന എന്നെപ്പറ്റി നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്കുള്ള അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം കുറേ പേര് കുറേ കാര്യങ്ങൾ അറിയാനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാം. വീഡിയോയിലേക്ക് പോവാം. ഞാൻ എന്നും വീട്ടിൽ പോകുമ്പോൾ ഇടുന്ന ഒരു ഡ്രസ്സാട്ടോ ഈ ഒരു കുർത്ത. സ്ഥിരം എന്നും തന്നെ പറയാം. അപ്പോൾ അമ്മ എപ്പോഴും നിനക്ക് വേറെ ഡ്രസ്സില്ലേ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഇത് ഇതിട്ടിട്ട് വന്നിരിക്കുകയെന്ന്. ഇത് നല്ല ഭയങ്കര കംഫർട്ടബിളാണ് ഇടാനായിട്ട് കേട്ടോ. അതും എപ്പോഴും നമ്മൾ ഈ കുർത്ത ഹോളല്ല ഇന്നത്തെ വീഡിയോയിൽ കുർത്തേനെ പറ്റി ഞാൻ ഭയങ്കര സംഭവമായിട്ട് പറയുമല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നല്ല സുഖമാണ് ഇടാനായിട്ട്, എൻ്റെ കറക്റ്റ് ഫിറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീട്ടിൽ പോകുമ്പോൾ എടുത്ത് ഇടുന്നേട്ടോ, വേറെ ഒന്നുമല്ല. പിന്നെ ഇസ്തിരി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. വഴിമാറിപ്പോയി, ഇതാണ് എൻ്റെ കുഴപ്പം. എന്തെങ്കിലും സംസാരിക്കാൻ വന്നാൽ ആവശ്യമില്ലാത്ത വേറെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയേണ്ടത് കുട്ടികളെ കാര്യമാണ്. പലരും ചോദിക്കാറുണ്ട് ഉണ്ണി എന്ത് ചെയ്യണു, അച്ഛൻ എന്ത് ചെയ്യണു. അപ്പോൾ ഉണ്ണിയുടെ കാര്യം ഇപ്പം കുറച്ച് വീഡിയോസ്, ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് ഉണ്ണിയുടെ കാര്യം ഏകദേശം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഒന്നുകൂടി പറയാം. കൊച്ചിയിലെ ഹോട്ടൽ മാനേജ്മെൻറ്റിന് പഠിക്കാനായിട്ട് പോയിക്കാണ്. അവൻ്റെ ക്ലാസ് ഇപ്പോഴാണ് തുടങ്ങിയത് കേട്ടോ. 29-ാം തീയതിയാണ് തുടങ്ങിയത്. പാർട്ട് ടൈം ജോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ അവർ സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അവൻ എവിടെയാണെന്ന് വെച്ചാൽ പനമ്പള്ളിയിലുള്ള കോസ് കഫേയിലാണ് അവൻ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതാണ് ഉണ്ണിയുടെ കാര്യം. ജോബ് അതേപോലെ പഠിത്തം ഒക്കെ ആയിട്ട് പോകണു. നന്നായി പോകട്ടെ. അവൻ +2 സയൻസ് ഗ്രൂപ്പായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഫിസിക്കൽ സയൻസ് ആയിരുന്നു. അത് കുറച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് ഒരു ഭയങ്കര സംഭവമായിട്ടൊക്കെ പഠിക്കാൻ പോയതാണെങ്കിലും അവന് ഇഷ്ടപ്പെട്ടില്ല അത്. അപ്പം ആ ഒരു വഴിക്ക് നീങ്ങാണ്ട് അവന് കുക്കിങ്ങിനോട് കൂടുതൽ താല്പര്യമുണ്ട്. അങ്ങനത്തെ കാര്യത്തിലോട് ഇൻട്രസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ അച്ചുവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം കേട്ടോ. അച്ചുവിന് ഒരു ചായ തിളപ്പിക്കാൻ പോലും അറിയില്ല. ഞാൻ അവനോട് പറയാറുണ്ട്, നമുക്ക് അത്യാവശ്യം അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ചോറ് വയ്ക്കാൻ അറിഞ്ഞിരിക്കണം, ചായ ഉണ്ടാക്കാൻ അറിയണം, ഒരു കോഴിമുട്ട പൊരിക്കാൻ അറിയണം, അത്യാവശ്യം ഒരു പരിപ്പ് കറി വെക്കാൻ അറിയണം. ഇത്ര കാര്യങ്ങൾ നമ്മൾ ആണായാലും പെണ്ണായാലും അറിഞ്ഞിരിക്കണം. അച്ചുവിനെ ഞാൻ പഠിപ്പിക്കും. പക്ഷേ ഇതുവരെ ഉണ്ണീനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് വിട്ടതുകൊണ്ട് അച്ചുവിനെ അതിലേക്ക് ഇങ്ങോട്ട് കടത്താനുള്ള ടൈം കിട്ടിയില്ല. പിന്നെ എനിക്ക് അച്ചു ഗ്യാസ് യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി പേടിയാണ്. അപ്പം ഉണ്ണി അത് നമ്മൾ ഈ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ, യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ജോലിക്ക് പോയിരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഇത് ഭയങ്കര അന്നത്തെ ഒരു ലൈഫ് എന്ന് വെച്ചാൽ രാവിലെ 8 മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ തിരിച്ച് വരാൻ 6 മണി, ചിലപ്പോൾ 6:30 ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലും ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ള ഒരു ലൈഫായിരുന്നു. ജോലിക്ക് പോവുക, തിരിച്ച് വരിക, വീട്ടിലെ കാര്യങ്ങളൊക്കെ ആകെ കൂടി. അപ്പം എന്നെ കുക്കിങ്ങിൽ സഹായിച്ചിട്ടുള്ള ഉണ്ണി സഹായിക്കാറുണ്ട്. അന്ന് അവന് ഞാൻ കറിയൊക്കെ വെക്കുക. അപ്പോൾ ചില ദിവസങ്ങളിൽ ശനി ഞായറൊന്നും അവന് ക്ലാസ് ഉണ്ടാവില്ല. അപ്പോൾ ശനിയാഴ്ച എനിക്ക് ജോലി ഉണ്ടാവും. അപ്പോൾ അവനും അച്ഛനും വീട്ടിലുണ്ടാകുമ്പം ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ഉപ്പേരിയൊക്കെ ആയിട്ടാവും വെക്കുക. നമുക്ക് ജോലിക്ക് പോകണവർക്ക് അറിയാം, രാവിലെ എണീറ്റ് കുറേ വിഭവസമൃദ്ധമായ സദ്യയൊന്നും വെച്ചിട്ട് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പം ചോറിൽ കൊണ്ടുപോകാൻ മെയിനായിട്ട് കുറച്ച് മോരുണ്ടാവും, ഉപ്പേരി, അച്ചാർ, ഇതൊക്കെയാണ് ചോറിക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഉണ്ണി വീട്ടിലുള്ള ദിവസം അവൻ എന്നെ വിളിച്ചിട്ട് അമ്മേ ഈ കറി എങ്ങനെ വെക്കുക. അപ്പോൾ ഞാൻ അവന് എളുപ്പത്തിൽ ചെറുപയർ കറി, പരിപ്പ് കറി ഇതൊക്കെ വെക്കാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതേപോലെ ചെയ്യും. പിന്നെ ചില ദിവസങ്ങളിൽ ചായയൊക്കെ ഉണ്ടാക്കി വയ്ക്കും ഞാൻ വരുന്ന സമയത്ത്. ഇവിടെ വന്നതിന് ശേഷം ഇപ്പം ഞങ്ങൾ മാത്രമായിട്ടുള്ള ഈ ഒരു ലൈഫിൽ തന്നെ ഞാൻ ഉച്ചയ്ക്കൊക്കെ ചിലപ്പോൾ കിടന്ന് ഉറങ്ങും. ഉച്ചയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എനിക്ക് ഉറങ്ങി എണീറ്റ് ഉടനെ ഒരു ചായ ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കി കുടിക്കണേക്കാൾ കൂടുതൽ നമ്മുടെ മുന്നിലേക്ക് ഒരു ചായ കിട്ടുമ്പോൾ ഒരു സുഖമാണ്. എനിക്കങ്ങനെ ഒരു ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണ്ണി പറയാണ്ട് തന്നെ അവൻ ചായ ഉണ്ടാക്കി വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവന് കുക്കിങ്ങിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവൻ്റെ മേഖല അവൻ തന്നെ തിരഞ്ഞെടുത്തതാണ് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ്. അത് ഞാൻ അവനോട് ഇങ്ങനെ ചോദിച്ചു, ഇനി എന്താണ് നെക്സ്റ്റ് പ്ലാൻ, എന്ത് വേണം, പഠിക്കാൻ താല്പര്യമില്ലേ, അപ്പം എന്താണ് പഠിക്കണ്ടേ അത്. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളിങ്ങനെ ചർച്ച ഉണ്ടായപ്പം അവൻ തന്നെ സെലക്ട് ചെയ്തതാണ് ഈ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു
ഈ ഒരു ഇത് മതിയെന്ന്. അവൻ പഠിക്കേണ്ട സ്ഥാപനവും അവൻ തന്നെയാണ് തിരഞ്ഞെടുത്തത് കേട്ടോ. അതിലൊന്നും എൻ്റെ കയ്യില്ല. അവൻ തന്നെ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്തു, ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് മതി എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അന്വേഷിച്ചു. അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ ഫീസും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അടച്ചു. ബാക്കി ഉള്ളത്, അതായത് നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ബാക്കി ഫീസ് ഒരു കൊല്ലത്തെ നമ്മൾ ഒരു ഭാഗം ഫീസ് അടച്ചു കഴിഞ്ഞു. അതിൻ്റെ ബാക്കിയുള്ളത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അവനായിട്ട് ഇനി അടയ്ക്കും. അപ്പം നല്ല കാര്യം തോന്നി എനിക്ക്. ഇങ്ങനെ തന്നെ വേണം കുട്ടികൾ. നമ്മുടെ ഒരു പാരൻസ് എന്ന് പറയുമ്പം ഒരുവിധം ആളുകൾ മക്കളെ ഒരുപാട് പഠിപ്പിക്കും. അപ്പം എന്താ പറയുക, കൂടുതൽ നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും. അവർക്കും നമ്മളൊരു സ്ട്രെസ്സ് കൊടുക്കും. അവർക്കൊരു ജോലിയൊക്കെ ആയി വരുമാനമായി കഴിഞ്ഞാൽ നമ്മളെ നോക്കണം എന്നുള്ള ഒരു സ്ട്രെസ്സ് നമ്മൾ അവർക്ക് കൊടുക്കും. അപ്പം അവരുടെ ലൈഫ് അവർ നോക്കട്ടെ, അവർ സന്തോഷമായിട്ട് ഇരിക്കട്ടെ, ബാധ്യതകളില്ലാണ്ട് കുട്ടികൾ ജീവിക്കട്ടെ. അങ്ങനെയാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. എൻ്റെ മക്കൾക്ക് ഒരിക്കലും ഒരു ബാധ്യതകൾ ഉണ്ടാവരുത്. അതിപ്പം എന്നെ നോക്കിയിട്ടായാലും അല്ലെങ്കിൽ കുടുംബം നോക്കുക, അങ്ങനത്തെ ഒരു ബാധ്യതകൾ ഉണ്ടാവരുതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പം അവൻ നന്നായിരിക്കട്ടെ, അവൻ്റെ ലൈഫ് തിരഞ്ഞെടുക്കട്ടെ. അപ്പം അങ്ങനെയാണ് വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവനും അതെ. അപ്പോൾ ഒരു 4 ദിവസം ഇപ്പോൾ ഇവിടുന്ന് പോയി 22-ാം തീയതി ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, ജൂണിൽ. അത് കഴിഞ്ഞ് ഈ മാസം ജൂലൈയിൽ വന്നു. പനിയായിട്ട് നല്ല പനിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വരെയല്ല ഇങ്ങനെ വിളിച്ചു, പനിയാണ്, ഹോസ്പിറ്റലിൽ കാണിച്ചു, അവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സമാധാനമില്ല. കാരണം ഉണ്ണിയായാലും അച്ഛയായാലും മക്കള് അവർ വയ്യാണ്ട് കിടന്ന് അവരവിടെ കിടക്കും. അവർ എണീറ്റ് ഭക്ഷണം കഴിക്കുക, മരുന്ന് കഴിക്കുക, ഇതൊക്കെ നമ്മൾ എടുത്തു കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം എനിക്കത് ഭയങ്കര വിഷമമായി കേട്ടോ. അവനെ നോക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ ആദ്യം ഒരു ദിവസം പറഞ്ഞു അവനോട്, എങ്ങനെയെങ്കിലും സ്ലീപ്പർ എന്തെങ്കിലും എടുത്തിട്ട് പോരൂ, ഇവിടെ വേഗം വന്നിട്ട് ഇവിടെ വിശ്രമിക്കുവാനപ്പോൾ അവൻ പറഞ്ഞില്ല, എനിക്ക് ജോബ് ഉണ്ട്, പറ്റില്ല, വരാൻ പറ്റില്ല. നെക്സ്റ്റ് ഡേ അവൻ ഒട്ടും വയ്യാണ്ട് രാത്രി ഹോസ്പിറ്റലിൽ പോയി. അപ്പം ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും അവിടെ കിടക്കണ്ട, എന്തായാലും ലീവാണ്, അവൻ ജോലിക്ക് പോകാൻ പറ്റില്ല അവന്. എന്നാൽ പിന്നെ അവിടെ കിടക്കാതെ ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് നോക്കാൻ പറ്റുമല്ലോ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത്. അങ്ങനെ അപ്പോൾ അപ്പോഴും അവൻ പറഞ്ഞു, രാത്രി വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, ഞാൻ വരുന്നില്ല അവൻ. അത് കഴിഞ്ഞ് രാവിലെ ഞാനിങ്ങനെ എണീറ്റ്, നമുക്ക് ഈ എറണാകുളം പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണല്ലോ ഇവിടുന്ന്. ബസ് ബുക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ KSRTC ബുക്ക് ചെയ്ത് തലേദിവസം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കയറി ഇരുന്നാൽ അവിടെ എത്തും. 5 മണിക്കൂർ ബസ്സിൽ ഇരിക്കണം. എന്നാലും മാറിക്കയറേണ്ട ഒരു ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ ഇവൻ രാവിലെ ആകുമ്പോൾ ഒരു 11 മണിക്ക് എത്തിയാൽ തോന്നുന്നുണ്ട്, ഉണ്ണി വിളിച്ച് പറയണേ അമ്മ വരും, എനിക്കിട്ടും വയ്യാവും. ഞാൻ വേഗം എന്താ പറയുക, നമ്മളെവിടെയും പോകാനില്ല, അച്ഛനും അന്ന് ക്ലാസ് ഇല്ല കേട്ടോ. അപ്പോൾ എവിടെയും പോകാനില്ലല്ലോ എന്നുള്ളതിൽ പതുക്കെ എണീറ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം. ഭക്ഷണം പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഉച്ചയ്ക്കുള്ളത്. അപ്പോൾ വേഗം ഓടിപ്പടഞ്ഞ് അങ്ങോട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വേഗം ബസ് ചങ്ങരംകുളത്ത് പോയി തൃശ്ശൂർ ബസ്സിൽ കയറി, അവിടെ നിന്ന് മാറിക്കയറി. അങ്ങനെ ഈശ്വര അവിടെ എത്തുമ്പോഴേക്ക് 5 മണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവനാണെങ്കിൽ അന്ന് രാവിലെ എന്തോ കഴിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അവിടെ വിളിച്ച് പറഞ്ഞ ഭക്ഷണം എത്തിക്കും, പക്ഷെ അത്രയും വൈകി അവനെ. എന്നിട്ട് വേഗം അവനെയും കൂട്ടി തിരിച്ചിവിടെ വന്നു. അങ്ങനെ പനിയൊക്കെ മാറി. വേറെ ഡോക്ടറൊന്നും വേറെ കാണിച്ചില്ല കേട്ടോ, അവിടെ അത്രയും നല്ല ഹോസ്പിറ്റലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ മരുന്നൊക്കെ തന്നെയാണ് കഴിച്ച് പനിയൊക്കെ മാറി. പിന്നെ ക്ലാസ് തുടങ്ങണമെന്ന് വീണ്ടും പോകണ്ടായി. അപ്പോൾ ഒരു 4 ദിവസം ശരിക്കും നല്ല ഫുഡൊക്കെ കൊടുത്ത് നോക്കാൻ പറ്റി. ഇനിയിപ്പം ഓണത്തിനാണ് ഇനിയിപ്പോൾ അവൻ വരിക. അപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഉണ്ണിയുടെ കാര്യം കേട്ടോ. ഇനി അച്ചുവിൻ്റെ കാര്യം വെച്ചാൽ, അച്ചു 10th ഇപ്പം +1 കയറി. അവൻ പഠിച്ചിരുന്ന സ്കൂളിൻ്റെ തന്നെ അവിടെ തന്നെയാണ് അവന് +1 കിട്ടിയിട്ടുള്ളത്. കൊമേഴ്സാണ്, കമ്പ്യൂട്ടർ കൊമേഴ്സാണ് അച്ചുവിന് കിട്ടിയ കേട്ടോ. ക്ലാസ് ഇപ്പോഴും ക്ലിയർ ആയിട്ട് തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും അഡ്മിഷൻ്റെ ഇതൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് ക്ലാസ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതാണ് അച്ചുവിൻ്റെയും ഉണ്ണിയുടെയും കാര്യം കേട്ടോ. പിന്നെ വീട്ടിലെ കാര്യം കുറേ പേര് ചോദിക്കാറുണ്ട്. അച്ഛന് ഇപ്പോഴും നിലവിൽ അങ്ങനത്തെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ആള് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ പുറത്ത് പോവേ അങ്ങനെ ജോലിയൊന്നുമില്ല, വീട്ടിനകത്ത് തന്നെയാണ് ആളുള്ളത്. പിന്നെ അന്ന് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, വിരൽ മുറിച്ച് കളയേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഷുഗർ ആയതുകൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആൾക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കാല് നിലത്ത് വെക്കുമ്പോൾ ഒന്നും ഇങ്ങനെ പതിഞ്ഞിട്ട് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് അച്ഛനുണ്ട്. വീട്ടിൽ തന്നെയാണ് ആള്, കുഴപ്പം മറ്റ് അസുഖങ്ങളും കാര്യങ്ങളൊന്നുമില്ല, നന്നായിരിക്കുന്നു. പിന്നെ അമ്മയ്ക്ക് മുട്ടിനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ ആയിട്ട് ഇപ്പോഴും ഉണ്ട്. ഹോസ്പിറ്റലിൽ പോണു, കാണിക്കുന്നു. നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ആൾക്ക്. മിക്കവാറും ചിലപ്പോൾ ഒരു ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ ഈ ഓണത്തിൻ്റെ സമയത്തൊക്കെ ആയിരിക്കും ആ ഡേറ്റ് വരിക ഓപ്പറേഷന്. അപ്പോൾ അതാണ് അമ്മയുടെ കാര്യങ്ങൾ.
പിന്നെ പൊന്നു നാട്ടിലുണ്ട്. അവള് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു സ്കൂളിൽ +1 +2 പഠിപ്പിക്കുകയാണ്. അപ്പം വലിയൊരു അധ്യാപികയാണ് അവള്. എനിക്ക് സന്തോഷമാണ് കേട്ടോ അവളുടെ ഒരു കാര്യങ്ങൾ, അവൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ അച്ചീവ്മെന്റ് അവൾക്ക് വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ സ്വന്തം ആളുകൾ ഉയർന്നു നിൽക്കുമ്പോൾ നമ്മളാണല്ലോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടേ. അപ്പം അത് അവൾ നന്നായിട്ടിരിക്കുന്നു. അവളുടെ കുട്ടി ഇപ്പം സ്കൂളിൽ ചേർന്നു. അവപ്പം LKG പോയോണ്ടിരിക്കുക. അവൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെയാണ് കുട്ടിയുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലുള്ളവരുടെ വിശേഷം. പൂച്ചകൾ നന്നായി ഇരിക്കുന്നു. വീഡിയോയിൽ ഞാൻ അധികം ഇപ്പം കുട്ടികളായാലും പൂച്ചകളായാലും എൻ്റെ വീട്ടിലുള്ളവരായാലും ഇതുവരെ ഞാൻ അങ്ങനെ ഇപ്പോൾ കുറച്ച് ഒരു 1.5-2 കൊല്ലത്തിനിടയ്ക്ക് ഞാൻ ഒരുപാടൊന്നും കാണിച്ചിട്ടില്ല. വല്ല അപൂർവമായിട്ട് മാത്രമാണ് വീഡിയോയിൽ കാണിക്കണേ. തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് കാലങ്ങളായിട്ട്. എൻ്റെ ഒരു 35 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ എനിക്കിപ്പോൾ 38ആണ്. അപ്പോൾ ഈ ഒരു ടൈം ഉണ്ടല്ലോ, ഒരു 3 കൊല്ലത്തെ ഒരു ടൈമിൻ്റെ ഇടയിൽ അതുവരെ ഉണ്ടായിരുന്ന ഞാനിൽ നിന്ന് എനിക്ക് ഭയങ്കര ഡിഫറൻസ് വന്നിട്ടുണ്ട്. പ്രൈവസി എന്ന് പറയുന്നത് ഒരു സംഭവമാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് മുന്നേ വരെ ഇപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് കണ്ടന്റിന് വേണ്ടി എന്ത് ചവറും കണ്ടന്റ് ആക്കണം എന്ന് ചിന്തിച്ചിരുന്ന, ചവർ മീൻസ് എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ നമ്മളൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ആ വീഡിയോ പുറത്ത് പോയിട്ട് എടുക്കുകയാണ്. പുറത്ത് പോയി എടുക്കുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് പേര് നമ്മുടെ ആ ഒരു ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വരും. അതൊക്കെ അവരുടെ പ്രൈവസിയാണ്. നമ്മളത് മാനിക്കാണ്ട് നമ്മളതെടുത്ത് വീഡിയോ ഇടുക, അങ്ങനെയൊക്കെ അതിപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ ഇപ്പോഴെനിക്ക് എൻ്റെ പ്രൈവസി ഞാൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണും. അപ്പോൾ അതുപോലെ തന്നെയല്ലേ മറ്റുള്ളവരുടെയും. അതൊക്കെ എനിക്ക് ഇപ്പോഴാണ് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ എപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാം. കാരണം എനിക്ക് ഒരു പ്രശ്നമില്ല, അതെൻ്റെ ജോബാണ്. ഉണ്ണി ആയാലും അച്ചു ആയാലും എൻ്റെ വീട്ടുകാരായാലും അവർക്കൊരു നേരം ഉണ്ടല്ലോ. എല്ലാവരും നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമ്പം അത് അവരും കൂടെ അത് അംഗീകരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരംഗീകരിക്കുന്ന, അവർക്ക് ഓക്കെ എന്ന് പറയുന്ന സമയത്ത് വീഡിയോയിൽ കൊണ്ടുവരും. അതല്ലാണ്ട് ഒരാളുടെ ഇഷ്ടമില്ലാണ്ട് അവരറിയാണ്ട് വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇടുന്ന പരിപാടിയൊക്കെ നിർത്തി. അപ്പോൾ അതാണ് കാര്യം കേട്ടോ. എനിക്ക് പറയാൻ പറ്റുന്ന, എനിക്ക് പറയുമ്പോൾ സന്തോഷമുള്ള എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും ഞാൻ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇവരെല്ലാവരെയും കുറിച്ച് കേട്ടോ. നമ്മുടെ പഴയ വീഡിയോ ഞാൻ എല്ലാ വീഡിയോസും ഒരു കൊല്ലം മുന്നേ വരെയുള്ള സകല വീഡിയോസും, അതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന കുറച്ച് വൈറൽ വീഡിയോസും അതും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ അൺലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ലോങ് വീഡിയോയിലാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് അറിയില്ല. ഇപ്പോഴും കുറേ പേര് വീഡിയോസ് കാണാനില്ലല്ലോ, എവിടെ പോയി, എന്ത് പോയി, എങ്ങനെ പറ്റി എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈഫ് ഒന്ന് റിഫ്രഷ് ചെയ്യുക, റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒരുപാട് നഷ്ടം പറ്റിയിട്ടോ. എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൊഴിഞ്ഞു പോയോണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നോക്കുമ്പോൾ എനിക്ക് മൈനസായിട്ടാണ് സബ്സ്ക്രൈബേഴ്സ് പോയത്. നമുക്ക് നമ്മളെ എന്താ പറയുക, യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് കൂടിയുണ്ടോ കുറഞ്ഞുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് കുറയാണ് ചെയ്യണത്. പിന്നെ അതേപോലെ തന്നെ വ്യൂസും കുറയുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ഹാപ്പിയാണ്. എന്താ വെച്ചാൽ അതെല്ലാം പോയപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഒരു ഫ്രഷ് ആയ പോലെ എനിക്ക് തന്നെ തോന്നി. ഇപ്പം കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എൻ്റെ വീഡിയോസ് തന്നെയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സമാധാനമാണ്, എനിക്ക് ഹാപ്പിയാണ്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യണവർ പറ്റുകയാണെങ്കിൽ അവർക്ക് കിട്ടാനുള്ള പേയ്മെൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവും, പറ്റുകയാണെങ്കിൽ ഡിലീറ്റ് ആക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, അവർ ചെയ്യുമോയെന്ന് അറിയില്ല, പറയാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അതാണ് കാര്യം. ഈ പറഞ്ഞതുപോലെ കണ്ടന്റിന് വേണ്ടിയിട്ട് എന്തും കണ്ടന്റ് ആക്കണ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ഇനിയും കുറച്ചുകൂടെ ഫിൽട്ടർ ചെയ്തിട്ടുള്ള കണ്ടന്റ്സ് തന്നെയായിരിക്കും ഞാൻ ഇടുക. അങ്ങനെ തന്നെ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ പ്രൈവസി എൻ്റെ ബാക്കി എല്ലാത്തിനും വലുതായിട്ട് ഞാനിപ്പോൾ കാണുന്നു. പക്ഷേ ഇതെൻ്റെ ജോലിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ എന്തായാലും വരും. നിങ്ങൾക്കും അറിയാൻ താല്പര്യമുള്ള, എനിക്ക് പറയാൻ സന്തോഷമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ കൂടെ ഞാൻ ഷെയർ ചെയ്യും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമില്ലേ, യൂട്യൂബിൽ വിജയിച്ചവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ. യൂട്യൂബിൽ വരുന്ന ആൾക്കാർ, പുതിയതായിട്ട് വരുന്ന ആൾക്കാർ നമുക്കൊരു മെയിൻ ഇൻകം കണ്ടുവച്ചിട്ട് യൂട്യൂബ് തുടങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ഒരു പ്രൈവസിയുടെ സംഭവം പറഞ്ഞില്ലേ, അതായത് നമുക്ക് കാശ് കിട്ടി തുടങ്ങുമ്പോൾ
പിന്നെ നമുക്ക് എന്തും വിറ്റ് നമുക്ക് പൈസ ഉണ്ടാക്കണം. വിറ്റ മീൻസ് നമ്മുടെ നിമിഷങ്ങൾ, സ്വകാര്യ നിമിഷങ്ങൾ, നമ്മളെ ഹാപ്പിനെസ്, അല്ലെങ്കിൽ എന്തും എന്തും വിറ്റ് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്ത വരും. കാരണം നമുക്ക് വേറെ വരുമാന മാർഗം ഇല്ലാണ്ടേ ആകുമ്പോൾ. അപ്പോൾ അതിന് എപ്പോഴും ഒരു ജോലി തുടങ്ങിയിട്ട്, അല്ലെ ജോലി കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് കാശിട്ടുള്ള ഒരു കാര്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ ഈ ഒരു മേഖലയ്ക്ക് ഇറങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യത്തേക്ക് ചാടാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എനിക്ക് ജോലി ഉള്ള സമയമായിരുന്നു. ഞാൻ ജോലി നിർത്തിവെച്ച് കുറച്ച്, അതായത് എനിക്ക് എൻ്റെ ജോലിയിൽ എനിക്ക് ഒരു ഇത് വേണം, അല്ലെങ്കിൽ ഞാൻ തുടർന്ന് പോയിട്ടിരിക്കുന്ന ജോലിയെ നിർത്തി പുതിയ ജോലി കണ്ടുപിടിക്കുക എന്നുള്ളൊരു ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് വെറുതെ ഒരു വീഡിയോ ഇട്ട് തുടങ്ങിയതാണ്. അങ്ങനെ ഇട്ട് തുടങ്ങി എനിക്ക് പേയ്മെൻറ്റ് വന്ന സമയത്ത് തന്നെ എനിക്ക് ജോലി കിട്ടി വീണ്ടും. അങ്ങനെ ഞാൻ ജോലിക്ക് പോയി, ഒരു 6-7 മാസം ഞാൻ ജോലിക്ക് വീണ്ടും പോയി. അപ്പം എനിക്ക് യൂട്യൂബും ജോലിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണില്ല. ആ സമയത്തൊക്കെ കൊളാബറേഷൻസ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സമയത്ത് ഏറ്റവും മോശം തീരുമാനമായിരുന്നു ജോലി വേണ്ടാന്ന് വെക്കുക. അവിടുന്ന് ജോലി വേണ്ടാന്ന് വെച്ചു. അത് കഴിഞ്ഞ് ജോലി വേണ്ടാന്ന് വെച്ചാലും ആ ഒരു വരുമാനത്തിൻ്റെ കാട്ടി കൂടുതൽ യൂട്യൂബിൽ നിന്ന് കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജോലി വേണ്ടാന്ന് വെച്ചത്. പക്ഷേ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു മായിക ലോകമാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഫിനാൻഷ്യലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു യൂട്യൂബിലേക്ക് വരുമ്പോൾ. എനിക്ക് സാലറി ഉണ്ട്, എനിക്ക് വേറെ പ്രാരാബ്ദങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല. നമുക്കിപ്പം കുറച്ച് കുറികൾ അടയ്ക്കുക, അല്ലെങ്കിൽ ഗോൾഡ് സേവിങ്സിന് വേണ്ടിയിട്ട് ക്യാഷ് അങ്ങനത്തെ ഒക്കെ മാറ്റി വെക്കുക എന്നല്ലാണ്ട് ഒരു ലോൺ അടയ്ക്കാനോ അല്ലെങ്കിൽ ആരുടെ അങ്ങനെ പൈസ വാങ്ങി തിരിച്ചു കൊടുക്കാനോ അങ്ങനെയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ യൂട്യൂബിലേക്ക് നമ്മൾ കാലെടുത്ത് കുത്തിയപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് വരുമാനം കിട്ടി തുടങ്ങിയപ്പം ആദ്യം എടുത്തൊരു തെറ്റായ ഒരു കാര്യം എന്ന് പറയണത് കാറ് വാങ്ങിയതാണ്. കാറ് വാങ്ങി, ലോൺ എടുത്തിട്ട് കാറ് വാങ്ങി. നമ്മളെപ്പോഴും നമ്മുടെ ഒരു 5 കൊല്ലം നമ്മൾ മുന്നോട്ട് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഈ 5 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് നിൽക്കണേന്നുള്ളത് അന്നത് ചിന്തിക്കാനുള്ള ബോധം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കിട്ടുന്ന വരുമാനം തന്നെയായിരിക്കും ഈ ഒരു 5 കൊല്ലം കഴിഞ്ഞാലും എനിക്ക് കിട്ടുക, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു നിലയായിരിക്കും എനിക്ക് ഉണ്ടാവുക. അന്ന് അങ്ങനെ ചിന്തിച്ചു പോയി. അപ്പോൾ ആ ഒരു ചിന്തയുടെ മുകളിലാണ് ഈ ലോൺ എടുത്തിട്ടൊരു കാറ് വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചത്. ലോൺ എടുത്തിട്ട് തന്നെയാണ് ഞാൻ ക്യാമറ വാങ്ങിയത്, അതേപോലെ ലാപ്പ് വാങ്ങി. എൻ്റെ പഴയ ലാപ്പായിരുന്നു, ആ ലാപ്പ് വാങ്ങി. അത് മാറ്റി ഞാൻ പുതിയ ലാപ്ടോപ്പ് വാങ്ങി. EMI, ബജാജ് EMI നന്നായി അടച്ചുപോയി. അത് കഴിഞ്ഞ് ഞാൻ ക്യാമറ എടുത്തു, അതും നന്നായി അടച്ചുപോയി. അപ്പോഴൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുത്തതിലേക്ക് വലിയ ഇതിലേക്ക് ചാടിയത്. കാറ് എന്ന് പറയുമ്പോൾ അത് ക്യാമറ എടുത്തു, ക്യാമറയുടെ അടവ് അടച്ചു തീർത്തു. ലാപ്ടോപ്പ് എടുത്തു, ലാപ്ടോപ്പിൻ്റെ അടവ് അടച്ചു തീർത്തു. അപ്പോൾ പിന്നെ എനിക്ക് എന്തായാലും ഇത് അടയ്ക്കാൻ പറ്റും. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഞാൻ യൂട്യൂബിൻ്റെ വരുമാനം മാത്രമാണ് ആശ്രയിച്ചിരുന്നത്. എനിക്ക് എൻ്റെ ജോലി ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയാണ് എനിക്ക് പറ്റിയ തെറ്റ്. കാരണം തെറ്റല്ല, ആ ഒരു ചിന്തിച്ചില്ല എന്തിനി അടുത്ത് സംഭവിക്കും എന്നുള്ളത് ചിന്തിച്ചില്ല. കാരണം എൻ്റെ ഒരു വരുമാനത്തിൽ മാത്രമാണ് ആ ഒരു വീട്ടിലെ 4 പേരടങ്ങുന്ന ഒരു ഫാമിലി പോയോണ്ടിരുന്ന എൻ്റെ ഒരു വരുമാനത്തിൽ മാത്രമായിരുന്നു. അപ്പം എടുത്ത ഏറ്റവും വലിയ മോശമായ തീരുമാനമായിരുന്നു ഈ കാർ എടുക്കാന്ന് പറയണേ. ആ സമയത്താണ് നമ്മളുടെ ഈ ഒരു ടാക്സിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ട് ഈ ഒരു ചാനൽ, എനിക്കന്ന് ഈ ഒരു ചാനൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ ഒരു ചാനലിൽ ടാക്സിൻ്റെ ഇഷ്യൂ വന്നിട്ട് എൻ്റെ മോണിറ്റൈസേഷൻ കട്ടായി പോയി. ഒരു 1.5 കൊല്ലത്തിൻ്റെ അടുത്ത് എനിക്ക് ഈ ചാനലിൽ നിന്ന് വരുമാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം നമുക്കൊരു ഭയങ്കര ഷോക്കായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ മന്ത്ലി കുറേ അടച്ചുകൊണ്ടിരിക്കണം. കുറിയുണ്ട്, അതുപോലെ ഗോൾഡ് സേവിങ്സ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ ലോണുണ്ട്. ഇതേ എമൗണ്ട് അടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് നിർത്തും? കുറി നിർത്തും, LIC നിർത്തും. അതുപോലെ ഈ സേവിങ്സ് ആയിട്ട് വന്ന സംഭവങ്ങളൊക്കെ ആദ്യം അവിടെ സ്റ്റോപ്പ് ചെയ്യും. അടയ്ക്കാൻ പൈസ കിട്ടണ്ടേ. പിന്നെ നെക്സ്റ്റ് പുതിയൊരു ചാനൽ തുടങ്ങിയെങ്കിൽ ഈ ചാനലിന് കിട്ടുന്ന അത്ര വ്യൂസോ വരുമാനമൊന്നും ആ ചാനലിൽ കിട്ടുന്നില്ല. അപ്പോൾ ജീവിക്കണം, കുട്ടികളുടെ ഫീസ്, മറ്റു കാര്യങ്ങൾ, ആകെ കൂടി അങ്ങോട്ട് പുകഞ്ഞു. അപ്പോഴെന്താ ചെയ്തത് വെച്ചാൽ വീണ്ടും അടുത്ത ബുദ്ധിമോശം, കാർ ലോണിൻ്റെ മുകളിൽ പേഴ്സണൽ ലോൺ വേണമെന്ന് ചോദിച്ചിട്ട് അവർ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ICICI ബാങ്ക്. അവർ വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഒരു ലോണ് പോലും, ഒരു അടവ് പോലും തെറ്റാണ്ട് കൃത്യമായിട്ട് അടച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ടായിരിക്കാം വീണ്ടും ലോണിന് വേണ്ടി അവരെ അപ്രോച്ച് ചെയ്തത്. അവിടെ കൊണ്ടുപോയി തല വെച്ച് കൊടുത്തു, പേഴ്സണൽ ലോൺ എടുത്തു. കാരണം അത്യാവശ്യം എനിക്ക് ലോണിൻ്റെ അടവടയ്ക്കാൻ തന്നെ പറ്റാത്ത, ഞാൻ ഭയങ്കര സ്ട്രെസ് ചെയ്തിട്ടാണ് ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ ഫീസ് പെൻഡിങ് ആവണു, വീട്ടിലെ കാര്യങ്ങൾ തകിടം മറിയണു. അതിൻ്റെ ഇടയിൽ ഞാനല്ലാതെ എൻ്റെ കാശ് ഒരുപാട് ചിലവാക്കി പോയോണ്ടിരിക്കുക. ഞാനൊന്നും പറയാൻ താല്പര്യമില്ല. പല രീതിയിലും
കാരണം എൻ്റെ ക്രെഡിറ്റ് കാർഡ്, എൻ്റെ ATM കാർഡ്, ഇതൊന്നും എൻ്റെ പിൻ നമ്പർ പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ ഒന്നും ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം ഞാൻ പൈസ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് എന്നല്ലാണ്ട് കാർഡൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ പെട്രോൾ അടിക്കാൻ പോകുമ്പം അതിൽ നിന്ന് എത്ര രൂപ എടുക്കുന്നുണ്ട് ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സെക്യൂർഡാണ്, ഫിനാൻഷ്യലി സെക്യൂർഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പോകണത് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞത് ഈ ടാക്സിൻ്റെ ഇഷ്യൂ വന്ന് എനിക്ക് വരുമാനം നിന്നപ്പോഴാണ് ഇത് പോയോണ്ടിരിക്കുന്നത് അറിയണം. അപ്പോഴേക്കും എനിക്ക് 2 ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അതെനിക്ക് അടയ്ക്കാൻ വേണ്ടി കൂടുതൽ വന്നു, ലോണിൻ്റെ അടവ് വന്നു, എല്ലാം കൂടി എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിച്ച് തുടങ്ങി. ഇത് അടയ്ക്കാൻ ഒരു മാർഗവും കിട്ടുന്നില്ല. കിട്ടുന്ന കാശ് എന്താ ഞാൻ ചെയ്യുക? വീട്ടിലേക്ക് കാര്യങ്ങൾ നോക്കണോ എനിക്കറിയില്ല. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ കാര്യം ഈ ഒരു ഫിനാൻഷ്യൽ ഈ സ്ട്രഗിളാണ്. അതിൻ്റെ കൂടെ തന്നെ വീട്ടിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും ഫാമിലി പ്രോബ്ലംസും. ശരിക്കും ഞാൻ എന്താ പറയുക, ജീവിതത്തിലെ ചെകുത്താനെ കാണുമെന്ന് പറഞ്ഞിട്ടുള്ള അതങ്ങനെ കണ്ട സമയമാണ്. ഗോൾഡ് സേവിങ്സ് ഒക്കെ നിർത്തി വെച്ചു, എടുത്ത സ്വർണം മുഴുവൻ ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചു. എന്ത് ചെയ്തിട്ടും കൂടുകയാണ് ചെയ്തുകൊണ്ടിരിക്കണേ. അടവുകൾ കൂടിക്കൊണ്ടിരിക്കുക, അടയ്ക്കാനുള്ള തുക കൂടിക്കൊണ്ടിരിക്കുക, പലിശ വർദ്ധിക്കുക, ചെക്ക് ബൗൺസ് ആവുക. എനിക്കറിയില്ല, ഇത് ഒരു ലോൺ അടയ്ക്കാൻ വേണ്ടി വേറെ ലോൺ എടുക്കുക, ഓൺലൈൻ ലോൺ എടുക്കുക, ആളുകളുടെ അടുത്ത് നിന്ന്. ഇപ്പം നമുക്ക് പെണ്ണുങ്ങളുടെ ഒരു പ്രശ്നമാണ്, പെണ്ണുങ്ങളുടെ പ്രശ്നം, നമുക്ക് കൂടുതൽ കാശ് ചോദിക്കാൻ നമുക്ക് സുഹൃത്തുക്കൾ കുറവായിരിക്കും. ഇപ്പോൾ നമുക്ക് തരികയാണെങ്കിൽ ഒരു 2000-3000 നമുക്ക് ഒരാളുടെ അടുത്ത് നിന്ന് ചോദിച്ച് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അത് തിരിച്ചതേ സമയമാകുമ്പോഴേക്ക് കൊടുക്കണം. വലിയൊരു കടം വരുമ്പോൾ നമ്മൾ ആരോട് ചോദിക്കും? നമുക്ക് പൈസ തരേണ്ട നമ്മുടെ വീട്ടിലുള്ള ആളാണെങ്കിൽ തരാൻ പറ്റിയ ഒരു ഇതിലല്ല. പിന്നെ നമ്മൾ ആരോട് ചോദിക്കുക? അത് എന്ത് ചെയ്യും? മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ നമുക്ക് അപ്പോൾ ഉള്ളതാണ് ഈ ഓൺലൈൻ ലോണ്. അപ്പോൾ ഓൺലൈൻ ലോണിൽ കൊണ്ടുപോയി തല വെച്ച് കൊടുത്തു, അതിൽ നിന്ന് എടുത്തു, പിന്നെ അതിൻ്റെ അടവ് അടുത്ത മാസം വരിക. എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞു പോയ സമയത്താണ് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത്രയധികം കാശിൻ്റെ ഈ സ്ട്രെസ്സിൻ്റെ ഇടയിൽ കടന്ന് ഒരു മാസം ഒരു 30,000-40,000 ലോൺ അടയ്ക്കേണ്ടി വരുന്ന അവസ്ഥ. കിട്ടുന്നതാണെങ്കിൽ 20,000-25,000 രൂപയാണ് കിട്ടണത്. എന്താ ചെയ്യുക ബാക്കി? ഇത്രയും സ്ട്രെസ്സിൻ്റെ ഇടയിൽ, ഈ ഫിനാൻഷ്യൽ സ്ട്രെസ്സിൻ്റെ ഇടയിൽ ഞാൻ ഉരുക്കുമ്പോഴാണ് അന്ന് ആ ഫാമിലി ഇഷ്യൂസ് മുഴുവൻ വരണത്. അത് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും, എൻ്റെ സുഹൃത്തുക്കൾ മെയിനായിട്ട് എൻ്റെ ഒരു സുഹൃത്തിനോട് മാത്രമേ ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുള്ളൂ. പിന്നെ അമ്മയ്ക്ക്, പൊന്നുവിനൊക്കെ കുറച്ചേ അറിയുള്ളൂ. ഇവർ രണ്ടുപേരും മാത്രമേ ഇത് അറിയുള്ളൂ. ബാക്കി നമ്മുടെ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഞാൻ വിചാരിച്ചിരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഫിനാൻഷ്യലി നമുക്ക് ഇതിലല്ല, അന്ന് നിന്നിരുന്ന ഹൈയിലല്ല നിൽക്കുന്നത്. ഇപ്പം ലോയിലെത്തി എന്നുള്ളത് ഒരാളറിഞ്ഞാൽ അതെൻ്റെ അഭിമാനം വ്രണപ്പെടും എന്ന് പറയില്ലേ, അതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു നാണക്കേടാണ്. ഞാൻ നന്നായിട്ടല്ല, ഇപ്പോൾ ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്യാണ്, അതൊരാളറിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് ഞാൻ മനസ്സ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചാനലിൽ കൂടി ഞാൻ അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടില്ല. അത്രയും എനിക്കറിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ പോയോണ്ടിരിക്കുമ്പോൾ ആ വീട്ടിൽ നിന്നുണ്ടായ ആ പ്രഷറും രണ്ടും കൽപ്പിച്ച്, അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് ഇത്രയും കടങ്ങൾ വന്നതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഭാഗം അനാവശ്യ ചെലവുകൾ ഉണ്ടാക്കിയതാണ്. അത് ഞാൻ അറിയാതെ ഉണ്ടാക്കിയ അനാവശ്യ ചെലവുകൾ. എന്നാൽ പോലും അത് ഒരു വട്ടം പോലും അതിനെക്കുറിച്ച് ബോധേടാവാത്ത ആളുകളും. അങ്ങനെയാണ് അന്ന് അവിടുന്ന് ഇറങ്ങിപ്പോന്നേ. ഒറ്റ ചങ്കൂറ്റം, തലയിൽ പൊക്കാൻ പറ്റാത്തത്ര കടം, കാർ ലോണ്, അതിൻ്റെ മുകളിലെടുത്ത പേഴ്സണൽ ലോണ്, അവിടുന്ന് ഇവിടുന്ന് ഒക്കെയുള്ള ഓൺലൈൻ ലോണുകൾ, ബജാജിൻ്റെ EMI, ഇങ്ങനെ ഏകദേശം ഒരു 8 ലക്ഷം രൂപയുടെ അടുത്ത് ലോണ് മാത്രം എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ. എന്നിട്ട് ജീവിക്കണം എന്നുള്ള ഒറ്റ വാശിയാണ്. എങ്ങനെയാണ് ഇതൊന്നും ചെയ്യാന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ജീവിക്കണം, ഒറ്റ വാശിയാണ്. ഒരു വാശി മാത്രമേ ഉള്ളൂ. അവിടുന്ന് അങ്ങനെ പോന്നു. ഇവിടെ വന്നു. ശരിക്കും ഒരു 1.5 കൊല്ലം ഭയങ്കര സ്ട്രഗിൾ തന്നെയായിരുന്നു. അത്രയധികം ഞാൻ അനുഭവിച്ചു കൂട്ടിയിട്ടുണ്ട്. ഒരു പിടുത്തം കിട്ടണില്ല, അതെന്ത് ചെയ്യും എന്നുള്ളത് ഒരു പിടുത്തം കിട്ടണില്ല. അതിന്ന് കര കയറാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തത് ക്യാഷിൻ്റെ അമ്മ, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, പിന്നെ കുറേയൊക്കെ പൊന്നുൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു.
ഇപ്പം അച്ഛൻ്റെ. അപ്പം ഇത്രയും ആളുകൾ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു ലോണുകൾ അടച്ച് വീട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതേ ഇപ്പോൾ ഞാൻ നിന്ന് സംസാരിക്കണ നേരത്ത് ഈ ലോണുകളൊക്കെ എൻ്റെ തലയിൽ നിന്ന് പോയി, ഒന്നുമില്ല ഇപ്പോൾ. അതിൽ മെയിനായിട്ട് കാറ് വിറ്റത് കാറിൻ്റെ മുകളിൽ ഇത്രയും വലിയ ലോൺ ഉണ്ടായിരുന്നു. അപ്പം കാറ് വിറ്റത് 1,90,000 രൂപയ്ക്കാണ് കാറ് വിറ്റത്. അതിൻ്റെ ഇരട്ടിയുടെ മുകളിലേക്ക് എനിക്ക് ലോൺ അടച്ച് വീട്ടാനുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം കാർ എടുത്ത ആള് എനിക്ക് ഈ ലോൺ അടച്ച് വീട്ടാൻ്റെ കാറ് എനിക്ക് മറ്റാളുടെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അതാണ് പറയണത്, ചില നേരത്തെ മനുഷ്യന്മാർ അവരുടെ എന്താ ദൈവത്തിലെ മനുഷ്യനിൽ ദൈവത്തിന് കാണും പറയില്ലേ. അപ്പോൾ അതേപോലെ നമ്മുടെ കാർ എടുത്തത് അമ്മയുടെ നാട്ടുകാരനാട്ടോ. അപ്പോൾ ആ പയ്യൻ ഒരു ഇത്രയും കൊല്ലം 1.5 കൊല്ലം ഞാൻ ലോൺ അടിച്ച് വീട്ടണത് വരെ കാർ അവൻ തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്, എൻ്റെ പേരിലായിരുന്നു. പക്ഷെ ആ പൈസ അവൻ എനിക്ക് തന്നു. അതൊരു വിശ്വാസമാണ്. അങ്ങനെ അതൊക്കെ ആളുടെ പേരിൽ തന്നെ ഞാൻ കൊടുത്തു. ലോണെല്ലാം അടച്ച് വീട്ടി ആളുടെ പേരിൽ തന്നെ കാറ് കൊടുത്തു പറഞ്ഞില്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോഴും എനിക്ക് കടം ഉണ്ട്. പക്ഷെ കടം വീട്ടാനുള്ളത് ഒന്ന് എൻ്റെ അമ്മയ്ക്കും പിന്നെ ഒന്ന് എൻ്റെ ഫ്രണ്ടിനും മാത്രമാണ് ഞാനിപ്പം കടക്കാരിയായിട്ട് ഇരിക്കണേ. ബാക്കി കടങ്ങളൊന്നുമില്ല. സമാധാനം ഉണ്ട്. അതായത് നമ്മുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ആരും കാശ് ചോദിച്ച് മേടിക്കില്ല. അങ്ങനൊരു സമാധാനം ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവൈവൽ സ്റ്റോറിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അത് കഴിഞ്ഞു, സർവൈവൽ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താന്നുള്ളതാണ് ഇപ്പം ഞാൻ എന്താണ് ഇനി അടുത്തത്. ഇപ്പം എനിക്ക് മനസ്സമാധാനം ഉണ്ട്. അതായത് അന്ന് എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ദിവസം രാവിലെ എണീറ്റ വൈകുന്നേരം ചിലപ്പോൾ 10 മണി വരെ ബാങ്കിൽ നിന്ന് കോളുകൾ വരും. എത്ര കോളുകളാണ് വന്നുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ പേടിയാവും. അവർ സംസാരിക്കുന്ന ഭാഷ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. എന്നാൽ തന്നെ പേടിയാവും അവർ പറയണേക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ഫോണിലേക്ക് കോളുകൾ വരണില്ല. അതായത് വിളിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ അമ്മ, വീട്ടിൽ നിന്ന് അമ്മ, അങ്ങനെ അത്തരം കോളുകളല്ലാണ്ട് അത്തരം കോളുകൾ വരുന്നില്ല. അതിന് കൂടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ഈ ഒരു പ്രശ്നങ്ങളുടെ ഇടയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബിലെ വീഡിയോ എനിക്കറിയില്ല കേട്ടോ, എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമാധാനമുള്ള ഒരു അന്തരീക്ഷമാണ് യൂട്യൂബിൽ നിന്ന് കിട്ടേണ്ടത്. ആ സമാധാനം കിട്ടണമെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിന് സമാധാനം വേണം. കാരണം ഞാൻ ഒരു കമൻറ്റ് പോലും അന്ന് എനിക്കെതിരെ വരുന്ന ഒരു കമൻറ്റ് പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. വേറെ ഈ 100 പ്രശ്നങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് കമൻറ്റുകളൊക്കെ, എന്നെ കുറ്റപ്പെടുത്തി വരുന്ന കമൻറ്റുകൾ, അതിൻ്റെ ഇടയിൽ എന്താ പറയുക, ചില ഞരമ്പ് രോഗികളുടെ ബുദ്ധിമുട്ടിപ്പിക്കൽ മെയിലിൽ കൂടെ, ഇൻസ്റ്റയിൽ കൂടെ. അപ്പം നമ്മളിവിടെ ജീവിതത്തോട് പൊരുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള ഉപദ്രവങ്ങൾ നമുക്ക് വരുന്നത്. അങ്ങനെ അതിന്നൊക്കെ കരകയറി എന്താ പറയുക, ഇപ്പം പറഞ്ഞ പോലെ ഒരു സമാധാനം ഉണ്ട് ജീവിതത്തിൽ. ഒരു സമാധാനം ഉണ്ട്. കുറച്ചുകൂടെ ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, എനിക്ക് വേണ്ടി ജീവിക്കണം. പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള കടങ്ങളും കൂടെ, അതായത് ഫ്രണ്ട്സിൻ്റെ ആയാലും അമ്മയുടെ ആയാലും, അത് അവർക്ക് തന്നെ അവരിൽ നിന്ന് വാങ്ങിയ കാശ് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്ത് അവരുടെയൊക്കെ കടങ്ങൾ വീട്ടണം. സമാധാനമായിട്ട് ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കണം. മക്കളൊക്കെ പറഞ്ഞ പോലെ ഉണ്ണി അവൻ്റെ വഴി തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി അവൻ ജീവിച്ചോളും. അവനൊരു ഹെൽപ്പ്, മെൻ്റലി ഒരു ഹെൽപ്പ്, ഇനി ഫിനാൻഷ്യൽ വേണ്ടി വന്നാൽ അങ്ങനത്തെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും എന്തായാലും. എന്നാലും കുറേയൊക്കെ സമാധാനം വന്നു. ഇനി അച്ചുവിൻ്റെ കാര്യം ഇതുപോലെ തന്നെ അവനൊരു പൊസിഷനിൽ എത്തിക്കണം, അത്രയൊക്കെ ഉള്ളൂ. ബാക്കി നമുക്ക് വേണ്ടി ജീവിക്കണം, ഒരു വീട് വെക്കണം. ഇതൊക്കെയാണ് നെക്സ്റ്റ് ഇനി ചിന്തിക്കേണ്ടത്. ആരോഗ്യം ശ്രദ്ധിക്കണം. കഴിഞ്ഞ ഒരു ദിവസം ഇതേപോലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്നെ നെസ്റ്റോയിൽ വെച്ച് കണ്ടിരുന്നു. അപ്പം വീഡിയോയിൽ കാണുന്ന പോലെ അല്ലല്ലോ, ഭയങ്കര തടിയാണല്ലോ എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞ വണ്ണം ഞാൻ ഭയങ്കര വണ്ണം വെച്ചിട്ടുണ്ട്. അതും ഈ ഒരു 3 കൊല്ലത്തിൽ സംഭവിച്ച കാര്യമാണ്. എനിക്ക് സ്ട്രെസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. എനിക്കറിയില്ല അത് ഇങ്ങനത്തെ പേരൊക്കെ ഉണ്ട്, അതിപ്പോഴാണ് ഞാൻ കണ്ടുപിടിച്ചത്. അതായത് എനിക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കഴിച്ചാൽ ഒരു സുഖം കിട്ടും. ചോറ് തന്നെ മതി, കുറേ ചോറും മോരും അച്ചാറും അത്രയും മതി. എനിക്ക് കുറേ ചോറ് ഉണ്ണണം. അതിനിപ്പോൾ രാത്രി 2 മണിക്കായാലും എനിക്ക് കഴിക്കണം, അല്ല എന്തെങ്കിലും കഴിക്കണം. ടെൻഷൻ ഉണ്ടോ, അപ്പം ഭക്ഷണം കഴിക്കണം. അങ്ങനെ കഴിച്ചിട്ടാണ് ഈ വണ്ണം വെച്ച് തടിച്ചതാണ്, അല്ലാണ്ട് വേറെ ഒരു അസുഖമൊന്നുമല്ല. ഭക്ഷണം കഴിച്ച് തടി വെച്ചതാണ്. അതിൻ്റെ ഇടയ്ക്ക് ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു 2 മാസം. അപ്പോഴാണ് മറ്റേ ആ ഒരു സംഭവം ഒക്കെ ഉണ്ടായി. അപ്പോൾ പിന്നെ ഞാൻ ജിമ്മിൽ പോക്ക് നിർത്തി.
കാരണം എന്താ വെച്ചാൽ എനിക്ക് ആളുകളുടെ ചോദ്യം എനിക്ക് നേരിടാൻ ഇഷ്ടമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ ഓക്കെയാണ്, ഞാനത് ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ടിരിക്കണം. നേരത്തെ ആരെങ്കിലും വന്നിട്ട് പഴയ കാര്യങ്ങൾ കുത്തിച്ച്, ഓ അന്ന് ഹിമ അങ്ങനെയായിരുന്നല്ലേ, അന്ന് എന്താ ഹിമ എത്ര നന്നായിട്ടായിരുന്നു, ഇപ്പം എന്താ ഹിമ ഇങ്ങനെയായി, പോരെ, അത് കേട്ടാ തീർന്നില്ലേ? നമ്മളിവിടെ ഉള്ള എനർജി മുഴുവൻ കയറ്റിക്കൊണ്ട് വരിക. അപ്പോഴാണ് അതേ അയ്യോ ഹിമ അന്ന് വീട് ഇപ്പം എന്താ ഒരാളിതുപോലെ ചോദിച്ചു, ഓ അന്ന് സ്വന്തം വീടൊക്കെ അല്ലേ, ഇപ്പൊ വാടക കൊടുക്കണ്ടേ, ഇനിയിപ്പോ വേറെ വീടൊക്കെ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ പറയുന്നവര് നമ്മുടെ വിഷമം കൂടെ അവരെ ഏറ്റെടുക്കുക എന്നുള്ളതിലാണ് പറയണെങ്കിലും കേൾക്കുമ്പം ഞാൻ തളരുകയാണ് ചെയ്യണേ. എനിക്ക് അത്തരം വേർഡ്സ് കേൾക്കണ്ട, തളർത്തണ വേർഡ്സ് എനിക്ക് കേൾക്കണ്ട. എനിക്കെപ്പോഴും ഞാൻ ഹാപ്പിയാണ്. എന്നെ നിങ്ങൾ ആ ഒരു ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്ന പോലെ കണ്ടാൽ എനിക്ക് വേറെ ഒരു പ്രശ്നവും. ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കണേ. അപ്പോൾ അതെന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കാതെ എനിക്ക് പിന്നിക്ക് തിരിഞ്ഞ് നോക്കണ്ട, അപ്പം നിങ്ങൾ എന്തിനാണ് എന്നെ പിന്നിക്ക് തിരിഞ്ഞ് നോക്കിപ്പിക്കണേ? അതാണ് ഞാൻ ഇപ്പം അധികം പുറത്തിറങ്ങാണ്ട് ഇനിയിപ്പം പോയി തുടങ്ങണം, ജിമ്മിനൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഈ ഒരു കുറച്ച് സമയം, ആ മാസങ്ങൾ എനിക്ക് അങ്ങനത്തെ ചോദ്യങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാമല്ലോ, അപ്പോൾ അങ്ങനത്തെ ഒരു മരണം എന്തായാലും നടന്നു കഴിഞ്ഞാൽ ആളുകൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കും, ഏതാണ് ഒക്കെ അറിയാൻ വേണ്ടി അതിനെപ്പറ്റി ചോദിക്കും. എനിക്കാണെങ്കിൽ ഒട്ടും സംസാരിക്കാൻ താല്പര്യമില്ലാത്തൊരു വിഷയമാണ് ഇതിനും. അപ്പം അതുകൊണ്ടൊക്കെയാണ് പുറത്ത് പോകാണ്ടിരുന്നത്. തടി വെച്ചത് ഈ ഭക്ഷണം കഴിച്ചിട്ടാണ് തടി വെച്ചത്. ഇപ്പം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം വെച്ചാൽ ഞാൻ 2 മണിക്ക് 3 മണിക്കൊക്കെയാണ് കിടന്നുറങ്ങിയിരുന്നത്. അതും ഇപ്പോൾ മാറി. ഇപ്പോൾ ഒരു 9:30-10 മണിയാകുമ്പോഴേക്കും ഉറങ്ങാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഉറക്കം വന്നില്ലെങ്കിൽ ഞാൻ കണ്ണടച്ച് തുറക്കില്ല, മൊബൈൽ പരിസരത്തേക്ക് കൊണ്ടിരില്ല എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്നെപ്പറ്റി അറിയാനുണ്ടെങ്കിൽ കമൻ്റ് ഇടൂ, നമുക്ക് സംസാരിക്കാം. അപ്പം അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം.